തന്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മദകരമാമൊരു വേദന. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മദകരമാമൊരു വേദന. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു. ഈ പാട്ടിനകത്ത് നമ്മൾ ഈ പാട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിന്റെ അവസാനത്തെ വാക്കാണ് നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും വരുന്നത്. നമ്മുടെ ഉള്ളിലൊരു വേദനയാണ് ജയേട്ടനെ കുറിച്ച്. സംശയമില്ല. ഇപ്പോൾ ദേവരാജ മാസ്റ്റർ തന്നെ ഈ പാട്ടിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മധുരതരമായിട്ടുള്ളൊരു വേദനയാണ്, പ്രണയത്തിൻ്റെ വേദനയാണ് അത്. ജേട്ടനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ മധുരമുള്ളൊരു വേദനയാണ്. അദ്ദേഹം വിട്ടുപോയെങ്കിലും ആ പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ആ മധുരം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ഒരു അത് മാത്രമല്ല ജയേട്ടന്റെ ഡ്യുവറ്റുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ പാടിയപ്പോഴ് ജയേട്ടന്റെ കൂടെ വേദിയില് എല്ലാ വേദിയിലും പാടാറുള്ള പാട്ടാണ് മല്ലികാബാണൻ. മാത്രമല്ല ഒരുപാട് ഡുവറ്റ് സോങ്സ് ജയരാട്ടൻ പറഞ്ഞ മാതിരി അതൊരു വല്ലാത്തൊരു ശരദിന്ദു, സീതാദേവി, തൊട്ടേനെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. അത് റെക്കോർഡ് പാടുന്ന ആളാ. അതായത് ഇത്രയും പാട്ടുകൾ അല്ലെങ്കിൽ ഇത്രയും പ്രൊഫൈലുള്ള ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് സ്റ്റേജ് പാടുമ്പോൾ ഈ കറക്റ്റ് നോട്ട് ഫോളോ ചെയ്യണം എന്നുള്ള നിർബന്ധമല്ലേ, വിട്ടുപോകാം, തെറ്റില്ല അതിനകത്ത്. പക്ഷെ ജേട്ടൻ ഏത് സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ പാടാൻ പറഞ്ഞാലും അതാണ് തൃശ്ശൂര് ജയേട്ടന്റെ പരിപാടി പറയുന്നത് പറയാ CD പ്ലേ ചെയ്തു എന്നാ പറയാ. CD-യുടെ കാലം ഉണ്ടായിരുന്നില്ലേ, ആ CD വെച്ചു. അല്ല 55 വർഷത്തിന് ശേഷവും ആ പാട്ട് പാടി 50 വർഷമായിട്ട് പാടി കഴിഞ്ഞിട്ടും മഞ്ഞലയിൽ മുങ്ങി തോർത്തി വീണ്ടും വന്ന് പാടുമ്പോൾ നമുക്ക് അന്ന് പാടിയതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ സൗന്ദര്യം കൂടിയതല്ലാതെ ഒരു ഇംപ്രവൈസേഷനും അദ്ദേഹം ട്രൈ ചെയ്യില്ല. എന്താണോ കമ്പോസർ ഉദ്ദേശിച്ചത് അതിന് മ്യൂസിക് ഡയറക്ടർക്ക് കൊടുക്കുന്ന ബഹുമാനം, ലിറിക്കിന് കൊടുക്കുന്ന ബഹുമാനം. ചില പാട്ടുകൾ നമ്മൾ ഈ ഭാവഗായകൻ എന്നൊക്കെ പറയുന്നതിൽ ചില പാട്ടുകൾ നമുക്ക് ഇത് ഫീൽ. ഇപ്പം ശിശിരകാല മേഘം ഇതിന് രതിപരാഗമോ ഈ പാട്ടും, അല്ലെങ്കിൽ അറിയാതെ ഡ്യുവറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാ. അറ്റം വരെയും ഡ്യുവറ്റുകളുണ്ട്, കൊട്ടാരം വിൽക്കാനുണ്ട്, അതൊന്ന് പാടണം. എല്ലാ പാട്ടുകാരുടെ കൂടെയും. ഏത് പാട്ടാ ജേട്ടൻ പറഞ്ഞു? നീല കണ്ണുകളോ പാടിക്കും. ജേട്ടന്റെ ആരാധകരായതുകൊണ്ട് അദ്ദേഹം ക്ഷമിക്കും, നിങ്ങൾ ക്ഷമിച്ചാ മതി. നീല കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ വിടർന്ന് പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ഹംസദമയന്തി ചിത്രം ഇന്നും നളനാലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ദേശകാവ്യങ്ങളോ സന്ദേശകാവ്യങ്ങളോ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ. ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേനെ ഞാൻ. തൊട്ടേനെ ഞാൻ. 351 സിനിമകൾക്ക് പാട്ടുകൾ ചെയ്ത ദേവരാജൻ മാസ്റ്റർക്ക് അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ആയിരക്കണക്കിന് പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗാനമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത പാട്ടാണിത്. അല്ല ജേട്ടൻ 1200 ചില്ലറ പാട്ടുണ്ട്, അത്രയും പാട്ടുകളാണ് പാടുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഈ അങ്ങനെ ഓടി നടന്ന് പാടുക എന്നുള്ള പ്രശ്നം ജേട്ടനും ഇല്ല. ഞാൻ കേട്ടിട്ടുള്ളത് AR റഹ്മാന്റെ സ്റ്റുഡിയോ ഒരിക്കൽ വിളിച്ചപ്പം
ഈ ജേട്ടൻ പറഞ്ഞത് വെള്ളം ചൂടാക്കി വെച്ചേക്കോ കുളിക്കാൻ, ഈ ഫോണിലേക്ക് വന്ന ഈ ചൂടാക്കിയത് പിന്നെയും ചൂടാക്കേണ്ടി വരും, തണുത്ത് പോകാണ്ട് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ശരിക്കും പേരുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള സിംഗറാണ് ചേട്ടൻ. ഓർഗാനിക് മനുഷ്യനും കൂടിയാണ്. അതെ. നമ്മളിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോ ഒന്നിങ്ങനെ കേട്ടിരിക്കും, ജേട്ടൻ വന്നാ ചേട്ടൻ ഇങ്ങനെ ഒറ്റരിപ്പ് അതിന് പോലും തയ്യാറെടുപ്പില്ല, പാടാനും യാതൊരു ഇതില്ല, ആരെയും പ്രീതിപ്പെടുത്തി. ഇപ്പൊ സാധകം ചെയ്യാതെ ഒരു പാട്ടുകാരൻ ഒരു പാട്ടുകൾ നമ്മൾ പാടി പാടി എത്ര തവണ നോക്കിയാലാ ചിലപ്പോൾ ഒരു നന്നായിട്ട് ഒരിക്കൽ വേദി പാടാൻ പറ്റുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് റിഹേഴ്സലിന് കൃത്യമായിട്ട് വന്ന് പാട്ടിലൊക്കെ പാടി നോക്കുന്നല്ലാതെ അദ്ദേഹം വീട്ടിൽ ഇരുന്ന് ഈ പാട്ടുകളൊക്കെ പാടി കേൾവിയായിരുന്നു അദ്ദേഹത്തിന്റെ ബലം. അല്ല, കേൾവി കേട്ട് പിന്നെ പാടാനുള്ള ശബ്ദമുണ്ട്, സ്വന്തമായിട്ട് ആ വികാരം ഉൾക്കൊണ്ട് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിക്കുള്ള പ്രിപ്പറേഷൻ ആവശ്യമില്ല. മിനിമം പ്രിപ്പറേഷനിൽ ഇത്രയും നന്നായി പാടിയ ഒരു പാട്ടുകാരൻ ഇന്ത്യയിലല്ല ലോകത്തെങ്ങും. അല്ല, ദാസേട്ടനായിട്ട് വലിയ സൗഹൃദമാണല്ലോ. ദാസേട്ടനായിട്ട് അത് വലിയ ദീർഘകാലത്തെ സൗഹൃദമാണ്. രണ്ട് എക്സ്ട്രീമാ. അതെ അതെ അതെ. ഒരിടത്ത് ഇതെല്ലാം വളരെ കാര്യമായിട്ട് നോക്കി കിടക്കുന്നുണ്ട്, ഇത് തീർത്തും ആ യേശുദാസ് സാറ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് പറ്റാത്ത ഒരു ആഹാരവും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കുന്ന വളരെ അതുപോലെ സൂക്ഷിച്ചാണല്ലോ. ജേട്ടൻ ചോദിച്ചു എന്ന് പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ, ആരോ എന്റെ അടുത്ത് ചേർത്ത് പറഞ്ഞാണ്, ഈ പാട്ട് പാടുന്ന വെച്ചിട്ട് തൈര് കൂട്ടാതെ എങ്ങനെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ചിട്ടവട്ടങ്ങളൊന്നും ഇല്ല. പക്ഷെ അല്ല, എനിക്ക് തൈര് ഒഴിച്ചു നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. അവർ ദോശ, ഇങ്ങനെ കുറച്ച് മെയിൻ സംഭവങ്ങൾ ഈ പാടാം ആരോമൽ ചേകവർ ആ പാട്ട് ഇവരൊന്നിച്ച് പാടും. ഇവിടമാണ് ഈശ്വര സന്നിധാനം എന്ന് പറയുന്ന പാട്ട് ഇവരൊന്നിച്ച് പാട്ട്. സമയരഥങ്ങളിൽ ഒരു 10-34 പാട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഉള്ള പാട്ട് തന്നെ ഒരു 10-34 പാട്ട്. അത് പിന്നീട് ഒരിക്കലും അതിന്റെ ഓഡിയോ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, റെക്കോർഡ് ചെയ്തപ്പോ ബിജു ചേട്ടനും ഞാനും കൂടി പാടാം പാടിയിട്ടുണ്ട്. യേശുദാസ് ചേട്ടന്റെ പോർഷൻ ഞാൻ പാടിയത് ഒരു കാസറ്റ് എന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ പാട്ടുകൾ, റീമിക്സിനൊക്കെ റൈറ്റ്സ് ഇഷ്യൂസ് ഒക്കെ.